ഞാന് ഈ അമ്മളോ ഷാരോ നിന്നും കേട്ട വകവെക്കുന്ന ആളല്ല. ഞാൻ ഏതായാലും ഇതൊന്ന് പരിശോധിക്കാന്ന് കരുതി കൊണ്ടുവന്നതാ. അപ്പൊ ഇനി ഒന്നാണായാലും രണ്ടാണേലും ഞാൻ കുടിക്കും. നിങ്ങൾ കുടിക്കും? ഞാൻ കുടിക്കും. അല്ല വഴിയുള്ളൂ. ചേട്ടാ ഇതെന്നാ ഈ കുപ്പിവെള്ളമൊക്കെ ആയിട്ട്? ഞാൻ ടോമിനെ കാണാൻ വേണ്ടി വന്നതല്ലേ. അപ്പം അതിനെന്നെ വെള്ളം കുടിപ്പിക്കാനാണോ? വെള്ളം കുടിപ്പിക്കാനല്ല. കഴിഞ്ഞ ദിവസം ടോമിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, വെള്ളത്തിന്റെ pH നോക്കുന്നത്. അപ്പൊ ടോമിന്റെ കിണറ്റിലെ വെള്ളത്തിന് pH ഇല്ലെന്ന് ടോം തന്നെ പറഞ്ഞു. ശരിയായിരുന്നു. അപ്പൊ ഞാന് pH ഇല്ലാത്ത വെള്ളം കുടിക്കുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഞാനൊരു കുപ്പിവെള്ളം റേഷൻ കടയിൽ നിന്ന് മേടിച്ചതാ. ഇവിടെ സർക്കാരിന് വെള്ളം എത്ര? 10 രൂപ. അപ്പൊ എന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണോ? ടോമിനെ പരീക്ഷിക്കാനല്ല, ടോമിന്റെ വെള്ളം ഏതായാലും കുടിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ pH ഒന്ന് ലെവലാണോ? ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതിന്റെ pH നമുക്ക് നോക്കാം. നോക്കാൻ വേണ്ടിയാ. നോക്കാം. ഇത് പൊട്ടിച്ചതൊന്നുമല്ല. സീൽഡാ. ഇത് ഞാനത് പൊട്ടിക്കട്ടെ. ടോം തന്നെ അതാണ്ട് പൊട്ടി. അപ്പൊ ഇതിന്റെ pH കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഇനി ആ വെള്ളം തന്നെ ഉപയോഗിക്കുള്ളൂ. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അപ്പൊ ടോമിന്റെ രാസവസ്തുക്കളെല്ലാം ഇവിടെ ഈ കൂമ്പാരത്തിന്റെ അകത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ ഇവിടെ വെച്ചിരുന്ന ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഒരു 10 മില്ലി എടുക്കാം. ഓക്കെ, 10 മില്ലി വെള്ളം. 10 മില്ലി ഒരു ജസ്റ്റ് കൈ നിൽക്കിയല്ല, പോയി. പ്ലാസ്റ്റിക് അല്ലേ. എനിക്കറിയാം. അപ്പൊ ഇനി എത്ര തുള്ളിയാ മെഡിസിൻ ഒഴിക്കും? യഥാർത്ഥത്തിൽ ഒരു 4 തുള്ളി ഒഴിക്കുന്നതാണ്. നല്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ 5-നും 8, 9, 6, 6, 7 ആയിട്ട് നിൽക്കേണ്ടതാ. 7 ആണല്ലോ pH. 1, 2, 3, 4 തുള്ളിയും കുടിക്കാം. 4 തുള്ളി ഒഴിച്ചിട്ടൊന്നും കാണുന്നില്ല. 5, 6 തുള്ളി. 6 തുള്ളി ഒഴിച്ചിട്ടും ഇളക്ക നോക്കാം. കണ്ടോ? അപ്പൊ അവന് എന്നതാ ഒരു മഞ്ഞ കളറായി. അല്ല, ഇത് ഇച്ചിരി ടൈം എടുക്കുകയല്ലേ. ഒരു ഈ സൊല്യൂഷൻ എങ്ങനെയാവണം? ഒരു 5-10 മിനിറ്റ് കൂടെ എടുക്കും. നിറം എന്നതാവും? നിറം പച്ചയാവും. 6 തുള്ളി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വെള്ളം ഏകദേശം ഒരു ഇത് കണ്ടോ? നിങ്ങൾ തന്നെ നോക്കിയോ? പച്ചയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് എത്ര എനിക്ക് കാണത്തില്ല, നിങ്ങൾ നോക്കിയോളുക. ഇപ്പൊ ലൈറ്റ് പച്ചയാകുന്നു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് നോക്കാം. ഹാർഡ് പച്ച ആകണമല്ലോ. യഥാർത്ഥ വെള്ളത്തിന്റെ pH എത്രയാ? 7. അപ്പൊ കുപ്പിവെള്ളം 7 ആയിട്ടില്ല. അപ്പൊ 6 വരെ ആയിട്ടില്ല. ഇനി സ്വല്പം ഇപ്പൊ ഒഴിച്ചല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് എങ്കിലും 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ചിലപ്പം 6-6.5 കയറി വരുമായിരിക്കും. നിങ്ങള് കുപ്പിവെള്ളം കൊണ്ടുള്ള നടക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കുപ്പിവെള്ളം പ്യൂർ ആയിരുന്നെങ്കിൽ 7 കാണിക്കണ്ട. 7 കാണിച്ചാ ഹാർഡ് പച്ച. 7 pH ലെവൽ 7 ആണ്. നാച്ചുറൽ 7. അതാണ്ട്. ഇത് യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന ഒരു 4, 5, 4 യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ടൈമിൽ കാണിച്ചിരിക്കുന്നത്. ഈ ടൈമിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അമ്ല കൂടുതലാണ് ഈ വെള്ളത്തിന്. ഇത് അമ്ലോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇത് അസിഡിറ്റിയാ. അപ്പൊ ലൈറ്റ് പച്ച കാണിക്കുന്നുണ്ട്. ഒരു 6 എത്തിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇത് ചൂടായിട്ടാണോ? വെള്ളം സ്വല്പം ചൂടായി അറിഞ്ഞുകൂടാ. ഇപ്പൊ നിങ്ങള് കൊണ്ടുവന്നതനുസരിച്ച് കുപ്പിവെള്ളം ഞാൻ പരിശോധിച്ചതല്ലേ. നോക്കി ഈ സൊല്യൂഷൻ ഒരു പരിശോധിച്ചപ്പോൾ ഇപ്പൊ കാണിച്ചിരിക്കുന്ന 4, 5 വരെ എന്ന് പറഞ്ഞാലേ വന്നിട്ടുള്ളൂ. അപ്പൊ 5ന്റെ റേഞ്ച് കാണിക്കുന്നുണ്ട്. 4 ആണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. 4 ആണ്. അത് 5 വരെയും പൊക്കോട്ടെ. 6 ആകേണ്ടതാണ്. 4 ഇഞ്ചും 1/2 ഇഞ്ചും ഒന്നും ഒരു പ്രശ്നം. കുടിച്ചോട്ടാ മതി. കിട്ടുന്നത് കുടിച്ചോട്ടാ മതി. പിന്നെ അതാ ഇപ്പൊ കേരളത്തിൽ നടന്നോണ്ടിരിക്കുന്നത്. അല്ല, ഒന്നിനെയും വിശ്വസിക്കണ്ട. എല്ലാവരും ചോദിക്കും ഇത് പിന്നെ യഥാർത്ഥമുള്ള പച്ചവെള്ളം എന്നാന്ന് ചോദിക്കും. അത് pH ക്രമീകരിച്ചു വരുന്ന വെള്ളമാണ്. അപ്പൊ അതാണല്ലോ കുപ്പിവെള്ളം. അതായത് അസിഡിറ്റി മാറ്റി നമ്മൾ പ്രീവിയസ് ബൂസ്റ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കക്കാപ്പൊടി ഉപയോഗിച്ചോ pH ബൂസ്റ്റർ ഉപയോഗിച്ചോ നമ്മൾ വെള്ളത്തെ അമ്മളം മാറ്റണം. ഇപ്പൊ ഞാൻ ഈ അമ്മളോ ഷാരോ നിന്നും കേട്ട വകവെക്കുന്ന ആളല്ല. ഞാൻ ഏതായാലും ഇതൊന്ന് പരിശോധിക്കാന്ന് കരുതി കൊണ്ടുവന്നതാ. അപ്പൊ ഇനി ഒന്നാണേലും രണ്ടാണേലും ഞാൻ കുടിക്കും. നിങ്ങൾ കുടിക്കും? ഞാൻ കുടിക്കും. അല്ല വഴിയുള്ളൂ. വഴിയല്ല, എനിക്ക് അങ്ങനെ ഒരു ആരോഗ്യ നോട്ടമൊന്നുമില്ല. നടക്കട്ടെ. 2 ഞാൻ കുടിച്ചില്ല. നടക്കട്ടെ. കലക്കവെള്ളം വരെ കുടിച്ചിട്ടുണ്ട്.
അത്ര മസിൽ വേണ്ട. പക്ഷെ ഇനി മുന്നോട്ടൊക്കെ ഇതൊക്കെ നോക്കി വേണം. അതിലൊന്നും കാര്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.